ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരും പുതിയതായിട്ട് ഫിറ്റ് ചെയ്യാൻ പോണവരൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തേനീച്ച കൂട് കൂട്ടുന്ന പരിപാടി. അപ്പോൾ ഇതിപ്പോൾ പലയിടത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സർവീസ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര പാടാണത്. അതുപോലെ തന്നെ റൂമിൽ രാത്രിയോ എപ്പോഴെങ്കിലും ലൈറ്റിൻ്റെ ഇടയിൽ തേനീച്ച കാണുകയാണെങ്കിൽ അവിടെ അതിറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം കേട്ടോ. അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ നിലവിൽ അത് അടച്ച് വെച്ചതാണെങ്കിലും ഓരോ സർവീസസ് ആരെങ്കിലും വിളിച്ചതെന്ന് നോക്കിക്കണം കേട്ടോ. നിങ്ങൾക്ക് നോക്കാൻ പറ്റും, ബാക്കിലൂടെ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കാൻ പറ്റും. കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ കാണുന്ന എ സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ മോഡലൊരു എ സിയാണ്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഴിച്ചെടുത്ത് നമ്മൾ സർവീസ് ചെയ്ത് തരുമ്പോൾ ചിലപ്പോൾ എനിക്ക് കണക്ഷൻസ് കോൺടാക്റ്റുകൾ പിന്നെ കിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ വരേണ്ടത്. അപ്പോൾ സർവീസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തോട്ട് വെള്ളം വീഴും. നമുക്ക് പുറത്തോട്ട് പോകുന്ന ഡ്രെയിനേജ് ഹോസ് അടയും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളം അകത്ത് വീഴും. അങ്ങനെ ചുമരുകളും എല്ലാം അത് ഭയങ്കര വൃത്തികേടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചെയ്യാവുന്ന മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈപ്പിനെ കറക്റ്റായിട്ട് അടയ്ക്കുക. ഇത് സിമെൻറ്റ് വെച്ച് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സക്സസ് അല്ലാതെ അത്രയും കുറച്ച് ആൾ കഴിയുമ്പോൾ ആ സമയത്ത് കുഴപ്പമുണ്ടാവില്ല. പിന്നെ കുറച്ച് ആൾ വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ അത് അവിടെ നിന്ന് സൈഡിൽ നിന്ന് പൈപ്പിൻ്റെ കവറിങ് ഉണ്ട്, അതൊക്കെ പൊട്ടി അത് ചീത്തയായിട്ട് ചെറിയൊരു ഹോൾ വരും. ആ ഹോളിലൂടെ ഈറ്റങ്ങൾ അകത്തോട്ട് കയറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉണ്ട്. ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ ഇപ്പോൾ പോയി ചെയ്തിട്ടുണ്ട്. ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും ഫുൾ സക്സസ് ആവണമെന്നില്ല, വെള്ളം വീഴില്ല. പിന്നീട് ആ ബോർഡിന് എന്തെങ്കിലും ഒരു സർവീസിങ്ങിന് ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാനും പറ്റില്ല, റിപ്പയർ ചെയ്യാനോടത്ത് ചെയ്യാറുമില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വിടും. അപ്പോൾ അത് ഭയങ്കര ചിലവായിട്ടുള്ളൊരു പ്രശ്നമാണത്. അപ്പോൾ അത് വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഹോളടിച്ചാണ് നമ്മൾ എ സി വയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഹോളിങ്ങനെ നമ്മൾ സിമെൻറ്റ് വെച്ച് ഫില്ല് ചെയ്യില്ലേ, അപ്പോഴാണത് ആ ഗ്യാപ്പ് കറക്റ്റ് ആവാതെ ഇതിൻ്റെ ഇവിടുത്തെ ഈ കവറിങ് അഴിഞ്ഞു പോയിട്ടാണ് ഇത് ചെയ്യുന്നത്, കയറണത്. അപ്പോൾ വലിയൊരു ഹോളായിട്ടിരിക്കുന്നത് ഇത് അത്രയും ശരി ചെയ്യില്ല. പക്ഷേ ഇത് മൊത്തം അടച്ച് കഴിയുമ്പോൾ സിമെൻറ്റ് വെച്ച് സീൽ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കൂടെ കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത്. കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും രക്ഷയില്ല. പിന്നെ വേറൊരു കാര്യത്തിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈനേജിൻ്റെ ഹോള്, ഈ ഹോൾ വഴി കയറും. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫിൽറ്റർ ഇട്ട് കൊടുക്കുക. ഫിൽറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊതുക് വല അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലേ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ്, നമ്മുടെ മറ്റേ ഒരു രൂപയുടെ കിറ്റില്ലേ, അതിങ്ങനെ കെട്ടി വയ്ക്കുക. കെട്ടി വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്ത് അതിൽ വെള്ളം ഡ്രൈനേജ് പൊക്കോളും. അപ്പോൾ ഇത് കയറില്ല. മെയിനായിട്ട് ഈ ഹോൾ വഴിയാണ് കയറാറ് മിക്ക കൊടുത്തും. അതല്ലെങ്കിൽ ഇവിടെ സീൽ ചെയ്യുന്നിടത്ത് കൂടെ ഈ ഗ്യാപ്പ് വഴി വരും. ഒരു ചെറിയ സിമെൻറ്റ് വെച്ച് സീൽ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് വരും. ഇവിടെ എന്തെങ്കിലും വൈബ്രേറ്റ് അനക്കം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഇതിലൊരു അടന്ന് ചെറിയ ഗ്യാപ്പിലോട്ട് കയറും. സ്പോഞ്ച് വെച്ച് അടയ്ക്കണം. സ്പോഞ്ച് വെച്ച് നല്ലോണം തിക്കി വെച്ച് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമുണ്ടാവാതിരുന്നോളും.